ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ പാൽക്കപ്പ വീഡിയോ എല്ലാവരും കണ്ടല്ലോ. പാൽക്കപ്പയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ബീഫ് പെപ്പർ റോസ്റ്റ് ഉണ്ടാക്കിയാലോ. ബീഫ് പെപ്പർ റോസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം പെപ്പറാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന്. പക്ഷേ നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ബീഫ് പെപ്പർ റോസ്റ്റ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 20 ഉള്ളി റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചമുളക് 2 എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് റൗണ്ടിൽ. 10 അല്ലി വെളുത്തുള്ളി റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വലിയ പീസ് ഇഞ്ചി ഇതുപോലെ നീളത്തിൽ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ബീഫ് ഒന്ന് വേവിക്കാൻ വയ്ക്കാം. നമുക്ക് ബീഫ് ഒരു കുക്കറിലേക്ക് മാറ്റാം. ബീഫിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ ഓരോ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1/4 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയുടെ പകുതി, ഇഞ്ചിയും പകുതി ചേർത്ത് കൊടുക്കുക, പച്ചമുളകും പകുതി ചേർക്കുക. ഇനി ഇതിലേക്ക് ബീഫ് വേഗം വേവാനായിട്ട് ഒന്നുകിൽ ഒരു 1/4 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ 1/4 ടീസ്പൂൺ വിനിഗർ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ വിനിഗറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് വെള്ളം ചേർക്കാതെ വേവിച്ചെടുക്കുക കേട്ടോ. ഒരു വിസിൽ വരുന്നത് വരെ ചെറിയ ബർണറിൽ ഹൈ ഫ്ലെയിമിൽ വെക്കുക. പിന്നെ ഒരു 5 വിസിൽ വരുന്നത് വരെ ലോ ഫ്ലെയിമിൽ, ചെറിയ ബർണറിൽ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ ബീഫ് ഒന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡിയാക്കാനായിട്ട് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കാം. വല്ലാതെ നെയ്യ് ഓവറായിട്ട് ചൂടായി പോവണ്ട. ഇനി ബീഫിൻ്റെ ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഈ ഉള്ളിയിലേക്ക് നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഉള്ളിയിലേക്ക് ഉപ്പ് ചേർക്കണ്ട. ഇനി ഉള്ളിയുടെ കളർ മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ സമയത്ത് ഇതിലേക്ക് ഒന്നും ചേർക്കാനില്ല. ഉള്ളി മാത്രം ഒന്ന് കളർ മാറി വരട്ടെ. അതിനുശേഷം ഒന്ന് പകുതി കളർ മാറി കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനായിട്ട്. ഇപ്പം നമ്മുടെ ഉള്ളി ഒന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്കി വെളുത്തുള്ളി, അതുപോലെ തന്നെ ഇഞ്ചി, പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇത്രയും ചേർക്കുക. ഇതിൽ ഉള്ളി തന്നെ ചേർക്കുക കേട്ടോ. സവോള ഒട്ടും ചേർക്കരുത്. ഉള്ളി തന്നെ ചേർത്താലേ ഈ ഒരു ബീഫ് റോസ്റ്റിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ചേർക്കേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇനി നമ്മുടെ ഉള്ളിയുടെയൊക്കെ കളറൊന്ന് ലൈറ്റായിട്ട് ബ്രൗൺ ഷെയ്ഡായി വരണം. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർക്കാതെ മുഴുവനായിട്ട് മുറിച്ച് തന്നെ ചേർക്കണം. അതും ഒന്ന് ബ്രൗൺ ആയി വരണം. എല്ലാം ബ്രൗൺ ഷെയ്ഡ് ആയി വരുമ്പോൾ, നന്നായിട്ട് ഡാർക്ക് ബ്രൗൺ അല്ല, ലൈറ്റായിട്ട് ബ്രൗൺ ഷെയ്ഡ് ആയി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് കളർ മാറി വരട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ മാറി നമുക്ക് ഫ്ലെയിം കുറയ്ക്കാം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. പൊടി കരിയാതിരിക്കാൻ ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഗരം മസാലപ്പൊടി താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ മീറ്റ് മസാല ചേർക്കാം. ഞാനിവിടെ ഗരം മസാലപ്പൊടിയാണ് ചേർക്കുന്നത്. ഈ പൊടികൾ ഒന്ന് കുക്കായി വരട്ടെ. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. നെയ്യൊക്കെ ഇത്രയും വേണം കേട്ടോ, അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമ്മുടെ പൊടികൾ കുക്കായി കഴിയുമ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് വെള്ളത്തോടുകൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഈ ബീഫിലെ വെള്ളം വറ്റി വരുന്നത് വരെ നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടി ഏത് സ്റ്റേജിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഈ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കുക. നമ്മുടെ ഗ്രേവിയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടി കറിവേപ്പില ചേർത്തിട്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം.
അപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാം, എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ രണ്ടും ചേർത്തിട്ടില്ല, എല്ലാം കറക്റ്റാണ്. നമുക്കിനി സെർവ് ചെയ്യുന്ന ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ബീഫ് പെപ്പർ റോസ്റ്റ് ഇതാ റെഡി ആയി കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്യുമല്ലോ. നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.